രാവിലെ സാമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാമോല് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, ഇവൻ റേസൊക്കെ ചെയ്ത് അങ്ങനെ ഫുള്ളി റേസ് ലൈഫ് ആ ഒരു മൂഡായിട്ടൊക്കെ കിടക്കണേണ്. അപ്പോൾ ഇവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് പോകണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഇവനെന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ പോവാം. ചാവക്കാടാണ് പോണത്. അപ്പോൾ അവിടെ ഹാരത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. പിന്നെ ഒരു കവാസാക്കി 250 ഉണ്ട്. രണ്ട് ബൈക്കാണ് മെയിനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. കവാസാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പൾസ് ഭയങ്കര ലാഭമാണ്. ഇപ്പോൾ പ്രാക്ടീസ് ബൈക്കായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ആ ബോഡി പൊസിഷനിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് സൂപ്പർക്രോസ് ട്രാക്കിൽ ചെല്ലുമ്പോൾ. അതല്ലാതെയൊക്കെയാണ് അടിപൊളിയാണ്. എക്സ്പൾസ് കുറച്ചും കൂടി മെയിൻ്റെനൻസ് ഫ്രീ ആണല്ലേ? അതെ അതെ, ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ബൈക്ക്, യൂസർ ഫ്രണ്ട്ലിയുമാണ്. മെയിൻ്റെനൻസ് ചാർജൊക്കെ ഭയങ്കര കുറവാണ് ഈ MX ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ശരിക്കും പറഞ്ഞ ഒരു ബിഗിനറിന് നമ്മ ഫസ്റ്റ് ആയിട്ട് ശരിക്കും ഈ എക്സ്പൾസ് ഒക്കെ എടുത്തിട്ട് അടിപൊളി ബൈക്കാണ്, ഹിമാലയൻ അടിപൊളി ബൈക്കാണ്. ഇപ്പൊ സാമിയോളുടെ ഒരു ഇതില് ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മ ഫസ്റ്റ് ആയിട്ട് ഒരു ബിഗിനർ ഇറങ്ങുന്നതാണ്. അപ്പൊ നമ്മ ശരിക്കും ഇതേപോലെ ഒരു എക്സ്പൾസ് ഒക്കെ എടുത്ത് ഇത് ചെയ്യണല്ലേ നല്ലത്. ബിഗിനറായിട്ട് ഇറങ്ങിയാണെങ്കിൽ ഒരു എക്സ്പൾസ് എടുക്കാം, എന്നിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഓടിക്കാം. ഒന്നും ചെയ്യണ്ട, പെർഫോമൻസ് ഒന്നും ചെയ്യണ്ട. വേണമെങ്കിൽ ഒരു സ്റ്റഡ് ടയേഴ്സ് മാത്രം ഇട്ടിട്ട് ഓടിച്ചാൽ മതി. ഏറ്റവും അടിപൊളി ബോഡി ബാലൻസിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് പറഞ്ഞിട്ടുണ്ട് റൈഡിങ് ഗിയേഴ്സ് മസ്റ്റ് ആണ് ഏത് ബൈക്കാണെങ്കിലും. അപ്പൊ ഈ പെർഫോമൻസിന്റെ പൈസക്കൊക്കെ നമുക്ക് റൈഡിങ് ഗിയേഴ്സ് മേടിക്കാം. ഒരു ബൂട്ടെങ്കിലും വേണം, ഹെൽമെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വേണം അല്ലേ? റൈഡിങ് ഗിയേഴ്സിലൊന്നും നമ്മ ഒരിക്കലും നല്ലൊരു ബിഗിനിങ് സ്റ്റേജിൽ അത്യാവശ്യം നമുക്കൊന്നും പറ്റരുത്. അതാണല്ലോ മെയിൻ. ഈ ബ്രാൻഡ് യൂസ് ചെയ്യണമെന്നൊന്നുമല്ല, എന്നാലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ അല്ലേ സാധനം? ഡേഞ്ചറസ് ആണ് ശരിക്കും. അത് ഡിപ്പെൻസ് ആണ്. നമ്മളിപ്പോൾ വേറെ റൈഡറിന്റെ ഒക്കെ ഓടിച്ചാൽ ആ റൈഡറിന്റെ കൺട്രോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ റോഡിൽ ഓടിക്കുന്ന അവസ്ഥ തന്നെ. പക്ഷെ ഓപ്പോസിറ്റ് വണ്ടി വന്നില്ല. എന്നാലും ജസ്റ്റ് ഒരാളുടെ മേത്ത് നമ്മ കൊണ്ട് അറിയാണ്ട് നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്ത് ബ്രേക്ക് ഇട്ടാണ്ട് ഒരാളുടെ മേത്ത് പോയി ഇടിച്ചാൽ അയാളുടെ കാലൊടി. അപ്പൊ അയാൾ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് കാലൊടിയാത്ത രീതിയിൽ സേഫായിട്ട് നോക്കാൻ പറ്റും. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇടാ. ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് ബൈക്കായാലും മതി ഓടിച്ച് പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിൽ എന്തെങ്കിലും ചെറിയ അപ്ഡേറ്റ്സ് ചെയ്യാം, സ്പോക്കറ്റിംഗ് മാറ്റാം. ഫസ്റ്റ് ചെയ്തത് ഫിയറോലാണ് തോന്നുന്നത്. ഞാൻ ഫസ്റ്റ് ഓടിക്കുന്ന ഒരു അപ്പാച്ചിയാണ്. അപ്പാച്ചി, അത് കഴിഞ്ഞൊരു ഫിയറോ എടുത്ത് അല്ലേ? റോഡില് ഫിയറോ ഒക്കെ ഉണ്ടായിരുന്നു, NS ഉണ്ടായിരുന്നു, 200 NS ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഇതുപോലെ റോഡിൽ ഇത്രയും ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഫൈനലി നമ്മൾ ഇവിടെ പ്രാക്ടീസിന്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ബീച്ച് സൈഡ് ഇതിലും വ്യൂ ആണ്, രക്ഷയില്ല. പുറത്തുനിന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ബീച്ച് സൈഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ബീച്ച് സൈഡിൽ തന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട് കുറച്ച് ഉള്ളിലായിട്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇറക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ ഇറക്കി. അതേ സാമ്പിൾ ഗിയറപ്പ് ചെയ്യണം, പിന്നെ നേരെ പ്രാക്ടീസ് സ്പോട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്പോട്ടിലേക്ക് പോകണേ. അവിടെ ചെറിയൊരു റിവർ ക്രോസ് ഒക്കെ ഉണ്ട്. ദൈവമേ വീഴാതിരുന്നാൽ മതിയായിരുന്നു. പോസ്റ്റൊക്കെയാണ് ഇട്ടേക്കണത്. യെസ്, ഇവിടെയാണ് പ്രാക്ടീസ് സ്പോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റും കാര്യങ്ങളൊക്കെ
വിരിച്ച് സെറ്റാവണം. അപ്പോൾ നമ്മളിത് ക്യാമറയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. 2 ലെൻസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് 85ഉം പിന്നെ ഒരു 35 ആണുള്ളത്. 85 ആണ് ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 35 നമ്മുടെ കയ്യിലുള്ളത് സിഗ്മയുടെയാണ്. 1.4 ലെൻസാണുള്ളത്. അപ്പോൾ 1.4 എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ടാവും പിക്കിന്. പിന്നെ 85 ആണ് ഇപ്പോൾ ഇട്ടേക്കണത്, ഇപ്പോൾ ക്യാമറയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നോക്കിയിട്ട് ആംഗിൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പറയുന്ന ലെൻസ് അവിടുത്തെ ആവശ്യമനുസരിച്ച് നമുക്ക് സ്വിച്ച് ചെയ്യാം. ശരിക്കും ഈ ആക്ഷൻ ഫോട്ടോഗ്രാഫിയിലേ നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം നല്ല നല്ല കോർണേഴ്സ്, നല്ല നല്ല ഫ്രെയിംസ് കിട്ടുന്ന സ്ഥലം നമ്മൾ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശമൊക്കെ അറിയാം ഇവർ ഏതൊക്കെ റൂട്ടാണ് പോണത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ മാക്സിമം സേഫായിട്ട് എടുക്കണം കേട്ടോ. ഇവർ അത്രയും സ്പീഡിലായിക്കോളും. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടോ അവരറ്റത്തുനിന്ന് തന്നെ ഉണ്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്തൊരു കോർണർ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് ചെയ്യണം. കണ്ടോ ഒരു പിക്ക്. അപ്പം അങ്ങനെ കുറേ ഇപ്പം 1000 GB ഒരു ജമ്പ്. മാക്സിമം നമുക്കൊന്ന് വീഡിയോ എടുത്തു നോക്കാം, റീൽസ് എടുത്തു. ഇതിനിട്ടേക്കണത് 9000 to 10,000 വരെ ഇട്ടിട്ടുണ്ട്. കാരണം ഭയങ്കര ഓവർലൈറ്റ് ആയിരുന്നത് കാരണം ISO മാക്സിമം കുറച്ചിട്ട് 100ലാണ് ISO ഇട്ടേക്കുന്നത്. പിന്നെ അതാണ് ഞാൻ ഷട്ടർ മാക്സിമം കയറ്റിയത്. പിന്നെ അതുമാത്രമല്ല ഈ പറയുന്ന
1.4 ആയതുകൊണ്ട് തന്നെ അപ്പർച്ചർ ഭയങ്കര ഓപ്പണാണ്. അത് കാരണം തന്നെ ഞാൻ ഷട്ടർ കുറേ കയറ്റി. പിന്നെ ആക്ഷൻ ഫോട്ടോസ് ആണല്ലോ, അപ്പോൾ ഭയങ്കര സ്പീഡായിട്ടൊക്കെ എല്ലാവരും ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഷട്ടർ മാക്സിമം കയറ്റിയാണ് ഇട്ടെടുത്തേക്കണം എല്ലാ ഫോട്ടോസും. സിമ്പിൾ പരിപാടിയൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കഷ്ടപ്പാടാണ്. ഇപ്പോൾ അതെ നമ്മൾ ഇവിടെ നിന്ന് കുരുവിൽ അവിടെയൊക്കെ നടന്ന് അവിടെയൊക്കെ ചെന്ന് ഈ മാസ്ക് ഇട്ടാക്കണ വേറെ ഒന്നുമല്ല, ഈ വെയിലാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ അത് കാരണം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇട്ടതാണ്. ഈ വ്ളോഗിൽ എനിക്കധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടത്തിലായിപ്പോയി. അപ്പോൾ വലിയ ട്രാക്കാണിത്. വലിയ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ട്രാക്കാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ട്.